വിദൂരതയിൽ നിന്നും ഒഴുകിയെത്തിയ സന്ധ്യാകീർത്തനങ്ങൾ തന്റെ കാതുകളിൽ പതിഞ്ഞപ്പോഴാണ് യശോദ ദിവാസ്വപ്നത്തിൽ നിന്നും ഉണർന്നത്. തെല്ലൊരു പരിഭ്രമത്തിൽ, എന്തോ ഓർത്തെടുത്ത ഭാവത്തിൽ അവൾ മടിയിൽ നിവർത്തി വെച്ചിരുന്ന പുസ്തകം മടക്കിപ്പിടിച്ച് കട്ടിലിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു. സന്ധ്യയ്ക്ക് വിളക്ക് വെക്കാതിരുന്നതിൽ ഇന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയത് തന്നെ. വെപ്രാളപ്പെട്ടുകൊണ്ട് അവൾ മുറുമുറുത്തു. അല്പം വിള്ളലു ബാധിച്ച ഭിത്തിയിലുറപ്പിച്ച അഴലിൽ നിന്ന് തോർത്തുമെടുത്ത് അതിനഭിമുഖമായി നിലകൊള്ളുന്ന അലമാര തുറന്ന് നീലയിൽ മഞ്ഞപ്പൂക്കളുള്ള ഒരു ചുരിദാറും കയ്യിൽ കിട്ടിയ കാലുറയുമായി അവൾ കുളിമുറിയിലേക്കോടി. മുടിയിഴകളിലൂടെ ഒന്ന് തഴുകിക്കൊണ്ടവൾ കുളിമുറിയുടെ വാതിൽ കൊളുത്തിട്ട് തന്റെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചുവെച്ചു. വശ്യമായ മേനിയഴകുള്ള അവളുടെ മാറിടങ്ങളിലൂടെ ജലധാരകൾ ഒഴുകിയപ്പോൾ തണുത്തുറഞ്ഞ ആ കുഞ്ഞു മറുകുകൾ ഒന്ന് തുടുത്തു വന്നു. രവിവർമ്മ ചിത്രങ്ങളിൽ കണ്ടു കൊതി തീരാത്ത രൂപഭംഗിയോടെ ആരും കണ്ടാൽ കൊതിക്കുന്ന മാൻപേട കണ്ണുകളുള്ള ഒരു കൊച്ചു സുന്ദരിയായിരുന്നു യശോദ. നഗ്നമായ അവളുടെ ഉടലിനെ കണ്ട് ഭ്രമിച്ചു പോയതുപോലെ ഒരു പല്ലി ഭിത്തിയിൽ നിശ്ചലനായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. തലയിൽ കെട്ടിയ തോർത്ത് ഒന്നുകൂടെ ചുറ്റിക്കെട്ടിക്കൊണ്ട് ഈറനോടെ അവൾ കുളിമുറിയിൽ നിന്ന് ഇറങ്ങി. ഇരുനിറത്തിലുള്ള കൈത്തലങ്ങൾ കൊണ്ട് നെറ്റിയിൽ ഇക്കിളികൂട്ടുന്ന കുഞ്ഞു മുടിയിഴകൾ മാടിയൊതുക്കി നടന്നു വരുമ്പോൾ കഴുത്തിൽ കിടന്നിരുന്ന കരിമണിമാല അവളുടെ വടിവൊത്ത മാറിടത്തിൽ തട്ടിക്കളിച്ചുകൊണ്ടിരുന്നു. ധൃതിയിൽ നടന്നുകൊണ്ട് യശോദ ഉമ്മറത്തിന്റെ മൂലയിലുള്ള കുഞ്ഞു മുറിയിലായി വെച്ചിരിക്കുന്ന നിലവിളക്ക് കയ്യിലെടുത്ത് തുടച്ചു.